എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഫണ്ട് നൽകിയ ആവശ്യത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ച് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ബാക്കി തുക അനുവദിക്കൂ, രണ്ടാം ഗഡു അനുവദിക്കൂ, മൂന്നാം ഗഡു അനുവദിക്കൂ എന്നൊക്കെ കർശനമായ നിലപാടെടുക്കുന്നത്? തീർച്ചയായിട്ടും അത് വകമാറ്റി ചെലവഴിക്കാതിരിക്കാനാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച് അതിന്റെ പ്രയോജനം സൃഷ്ടിക്കുവാനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് പറയുന്നത് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന്. ആരും പറയുന്നില്ല ഇത് അവകാശമല്ലെന്ന്. പക്ഷേ അവകാശങ്ങൾ കയ്യിൽ കിട്ടിയാൽ അത് തോന്നുംപടി ചെലവഴിക്കുകയല്ല വേണ്ടത്. അത് എന്തിനു വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നുവോ ആ നിർദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ആ മേഖലയിൽ വികസനം ഉണ്ടാകുന്നത്. അതല്ലാതെ വകുപ്പ് മാറ്റി ചെലവഴിച്ചാൽ ഇപ്പോൾ നമ്മൾ കേരള സംസ്ഥാനത്ത് കാണുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മറ്റതുപോലുള്ള ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വികൃതമായ വികസന രൂപങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നത് ഈ പറയപ്പെട്ട യൂട്ടിലൈസേഷൻ, അതായത് വേണ്ടത് വേണ്ട പോലെ ചെലവഴിക്കാതെ വകമാറ്റി ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് കേന്ദ്രത്തോട് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ അവകാശപ്പെട്ട നമ്മൾ വാങ്ങുക, ഗ്രാന്റ് നമ്മൾ വാങ്ങുക, അത് വേണ്ടിടത്ത് നിർദ്ദിഷ്ടമായ രീതിയിൽ തന്നെ ചെലവഴിക്കുക. ആ ചെലവഴിച്ച സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിച്ച് അതിന്റെ അടുത്ത ഗഡു വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിക്കാത്തതിന്റെ പാകപ്പിഴകളാണ് നമ്മുടെ കർഷകര് അവരുടെ നെല്ല് സംഭരിച്ചതിന്റെ വില അവർക്ക് കിട്ടുന്നില്ല. അത് പാഡി റെസീറ്റ് വഴി ഒക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നു. അത് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗും താഴ്ന്ന ക്രെഡിറ്റ് റേറ്റിംഗ് അങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് അവരത് തൂക്കുകയറായിട്ട് ഉപയോഗിച്ച് മരിക്കേണ്ടി വരുന്നു. അത്തരം ഒരു അവസ്ഥയിലേക്ക് കർഷകരെ തള്ളിവിടുന്നത് പോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വയം ലഭിക്കേണ്ടിയിരുന്ന ഗ്രാന്റ് കിട്ടാത്ത രീതി, അതായത് കിട്ടിയ ഗ്രാന്റ് മിസ്യൂസ് ചെയ്തു. അപ്പൊ ഇതിന് വേറെയും തെളിവുകളുണ്ട്. CAG തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ ഓഡിറ്റിംഗ് കേരളത്തിൽ ഇല്ല കാര്യം. അതായത് CAG ആവശ്യപ്പെടുമ്പോഴാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ഓഡിറ്റേഴ്സ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് ഓരോ വകുപ്പിലും എത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ തന്നെ വകുപ്പുകൾ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് വകുപ്പുകൾ? എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓരോ വകുപ്പിലും ഓരോ നിർദ്ദിഷ്ട പദ്ധതിക്കും വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട്, നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചോ, വേണ്ട രീതിയിൽ അത് ചെലവഴിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കലാണ് ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടി ഓഡിറ്റേഴ്സ് എത്തുമ്പോൾ വകുപ്പുകൾ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവിടെ കൃത്യമായിട്ട് ഫണ്ട് യൂട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അക്കാര്യം CAG അറിയരുത്, അക്കാര്യം കേന്ദ്ര ഗവൺമെന്റ് അറിയരുത്. അങ്ങനെ വക്രബുദ്ധിയോടുകൂടി, അതായത് മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഓഡിറ്റേഴ്സിനെ ഓഡിറ്റിങ്ങിന് അനുവദിക്കാതിരിക്കുന്നത്. ഇത് ഓഡിറ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, പരസ്യമായി അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വകമാറ്റി ചെലവഴിക്കൽ ഒരു സാധാരണ സ്വഭാവമായി ഗവൺമെന്റിന്റെ മുഖഭാവമായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന് ആരെയും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പരസ്യ വിമർശനം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ മുഖ്യമന്ത്രി നമ്മളെയാണ് നല്ല രീതികൾ പഠിപ്പിക്കേണ്ടത്, ജനങ്ങളെയാണ്. അതുപോലെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെയാണ് നല്ല രീതികൾ പഠിപ്പിക്കേണ്ടത്. അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? കൃത്യമായി ഫണ്ട് കിട്ടിയാൽ അത് വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി വേണ്ട പദ്ധതിയിൽ, ഉദ്ദിഷ്ട പദ്ധതിയിൽ ചെലവഴിച്ച് അതിന്റെ ഫലസിദ്ധി നേടുക. ഫലസിദ്ധി നേടിയിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടുത്ത ഗഡു, അതിനടുത്ത ഗഡു, അതുപോലെ ഫണ്ട് മുഴുവനും, ഗ്രാന്റ് ഇൻ എയ്ഡ് മുഴുവനും നമ്മുടെ അവകാശമാണ്. അത് നേടിയെടുക്കണം, അത് ചെലവഴിക്കണം.